എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു റീയൂസ് ഐഡിയ ആയിട്ടാണ്. ഇന്ന് നമ്മൾ റീയൂസ് ചെയ്യാനായിട്ട് പോണത് ഇതുപോലത്തെ പഴയ പ്ലെയിൻ ആയിട്ടുള്ള ഹെയർ ബാൻഡ് ആണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോണത് ഫ്ലവർ ക്രൗൺ ആണ്. ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണേ. നിങ്ങളുടെ കയ്യിൽ ഹെയർ ബാൻഡ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ മെറ്റൽ വയർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഹെയർ ബാൻഡ് ഉള്ളത് കൊണ്ട് അത് വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് പോണത്. ഇത് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ജൂട്ട് ത്രെഡ് ആണ്. അതിൻ്റെ കൂടെ കുറച്ച് ഫ്ലവേഴ്സും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലത്തെ ജൂട്ട് ത്രെഡ് നമുക്ക് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങുന്ന ഷോപ്പിൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫ്ലവേഴ്സ് ഇതിന് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനിത് എടുത്തു എന്നേ ഉള്ളൂ. ആദ്യം തന്നെ നമുക്ക് ഹെയർ ബാൻഡിൽ ജൂട്ട് ത്രെഡ് ചുറ്റിയെടുക്കണം. ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഒന്ന് കെട്ടി കൊടുക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യണത്. നിങ്ങളിതുപോലെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യണതെങ്കിൽ ഇതിന് മാച്ചാവുന്ന രീതിയിലുള്ള ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ട് വേണം കെട്ടി കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അത് മാച്ചായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്രേ കളറുള്ള ഒരു ത്രെഡ് വെച്ചിട്ടാണ് കെട്ടി കൊടുത്തത്. ആദ്യം നമ്മുടെ ത്രെഡ് ഒന്ന് കെട്ടി കൊടുക്കുക, അതല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ചുറ്റിയെടുക്കാം. ചുറ്റിയെടുക്കുമ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് കാണാത്ത രീതിയിൽ വേണം ചുറ്റിയെടുക്കാനായിട്ട്. കാരണം പഴയതൊക്കെ ആകുമ്പോൾ അതിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അത് കാണാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ചുറ്റിയെടുക്കുക കേട്ടോ. ഫോട്ടോഷൂട്ടൊക്കെ നടക്കുമ്പോൾ ഇതുപോലത്തെ ക്രൗണൊക്കെ കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ഡ്രസ്സിന് മാച്ചാവുന്ന രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഞാനിത് ബോട്ടിലാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെയാണ് എനിക്ക് ഇങ്ങനൊരു ഐഡിയ തോന്നിയത്. അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ ജൂട്ട് ത്രെഡ് മുഴുവനായിട്ടും ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കെട്ടി കൊടുക്കണം കേട്ടോ. നമ്മൾ തുടക്കത്തിൽ ചെയ്തതുപോലെ തന്നെ അഴിഞ്ഞു പോരാതിരിക്കാനായിട്ട് നല്ല രീതിയിലൊന്ന് കെട്ടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ഗ്ലൂ ഉപയോഗിക്കാം കേട്ടോ. കുറേ നാൾ കേട് കൂടാതെയൊക്കെ ഇരിക്കണമെങ്കിൽ ഇതുപോലെ കെട്ടി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാൻഡ് മെയ്ഡ് ഫ്ലവേഴ്സ് ഉപയോഗിക്കാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഇതുള്ളത് കൊണ്ട് ഞാനിത് എടുത്തു എന്നേ ഉള്ളൂ. ഞാനിതിൽ 7 ഫ്ലവറാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഫ്ലവേഴ്സൊക്കെ വെക്കാം. അതുപോലെ തന്നെ ലീഫൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിൽ തന്നെ ഒരു കമ്പി ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് അതിൻ്റെ തുമ്പ് ഭാഗം വരുന്നത് നമ്മുടെ ജൂട്ട് ത്രെഡിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അതല്ലെങ്കിൽ നമ്മുടെ മുടിയിലൊക്കെ കൊള്ളുമ്പോൾ മുടി പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണതെങ്കിൽ ഇതിൻ്റെ കമ്പി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഫ്ലവർ മാത്രം ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ഓരോ ഫ്ലവറും അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ലീഫൊക്കെ വെക്കണമെങ്കിൽ വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ലീഫൊന്നും വെക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്ര അടുപ്പിച്ച് നമ്മുടെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്.
നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നും കൂടി ജൂട്ട് ത്രെഡ് വെച്ചിട്ട് ചുറ്റി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ആവുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ നിങ്ങൾ ജൂട്ട് ത്രെഡ് വെച്ചിട്ട് രണ്ടാമതും ചുറ്റി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യാനായിട്ട്. അങ്ങനെ ആവുമ്പോൾ ജൂട്ട് ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചുറ്റി കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് വെക്കണത്. രണ്ടാമത് ജൂട്ട് ത്രെഡ് ഒന്നും ചുറ്റി കൊടുക്കുന്നില്ല. ഇനി നമുക്ക് 2 പിക്ചർ കാണാം. ഇത് ഞാൻ ഇന്നലെ കാണിക്കാനായിട്ട് വിട്ടുപോയതാണ്. നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ നമുക്കിന്ന് കുറച്ച് പേരോട് ഹായ് പറയാനുണ്ട്. ഞാൻ അവരുടെ പേര് വായിക്കാം കേട്ടോ. ആവണി, അഫീദ, മുഹമ്മദ് അലി, റോസ്മരിയ, അഞ്ജലി, അക്ഷിത, അനന്യ, എല്ലാവർക്കും ബിഗ് ഹായ് ഉണ്ട്. തുടർന്ന് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്